ഇപ്പൊ ഉള്ള പിള്ളേരൊക്കെ ഭയങ്കര കുരുത്തക്കേടല്ലേ? അന്ന് നിങ്ങളും കുരുത്തക്കേടൊക്കെ കാണിക്കുവോ? അതാ കുരുത്തക്കേട് പോലെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ല. അന്നത്തെ കുരുത്തക്കേടൊന്നും ഇപ്പൊ ഇല്ല. പിന്നെ കോഴി മുട്ടയിട്ട എല്ലാം പറക്കൊണ്ട് പോയി കൊട്ടി ഉടച്ച് കുടിച്ചേമ്മ അമ്മ ചോദിക്കുമ്പോ പറയും ആ കാക്ക കൊണ്ടുപോയായിരിക്കും. എങ്ങനെ ഒന്നോട് പറഞ്ഞേ? കോഴിയൊക്കെ മുട്ടയിടും ചാണോ കുട്ടിലൊക്കെ. കളിയുണ്ട്, ഇഷ്ടം പോലെ കോഴിയുണ്ട്. കളിയിൽ കിടപ്പുണ്ട് കണ്ണാടി കെട്ടി. കളിയിലെന്ന് പറഞ്ഞാൽ തൊഴുത്ത് അതി ഒരു മുറിയും തേങ്ങായും കുന്താലിയും നമ്മട്ടെ കൊണ്ടിടാൻ ഒരു അതെനിക്കറിയാം. തൊഴുത്ത് കെട്ടുമ്പോ അതിന്റെ ഈ പശുത്തൊഴുത്തിന്റെ കൂടെ ഒരു ചെറിയ റൂമുണ്ട് എല്ലാം അടച്ചു പൂട്ടി വെക്കാൻ. പിന്നെ വലുതായിട്ട് ഒരു മുറിയും എന്തെങ്കിലുമൊക്കെ പറക്കിക്കൊണ്ടിടാനും. അപ്പൊ കോഴികൾ ഇങ്ങനെ നടന്നൊക്കെ ചെന്ന് കോഴികൾ അതിനകത്ത് കയറി മുട്ടയിടും. മുട്ടയിടുമ്പം അങ്ങോട്ട് ചെന്നുണ്ടെങ്കിലും നോക്കുമ്പോഴായിരിക്കും ചിലപ്പോ മുട്ടയിരിക്കുന്നേ. എടുത്തോണ്ടങ്ങ് പോവും. ഞാനും പിന്നെ മൂത്താങ്ങളുടെ മോനുണ്ട്. നിങ്ങൾ കുടിക്കുവോ? ഞങ്ങൾ രണ്ടും കൂടെ എടുത്തോണ്ട് പോയി കൊട്ടി ഉടച്ച് കുടിക്കും. പച്ചക്ക് തന്നെ കുടിക്കും. വരുമ്പോ പച്ചക്കങ്ങ് കുടിക്കും. ആരോഗ്യമായിപ്പേ അന്നത്തെ ആരോഗ്യങ്ങളായിപ്പേ. അന്നേരം വേറെ ആരും ഇല്ലല്ലോ. വേറെ മൂത്താങ്ങളുടെ കൊച്ചുങ്ങളും പിന്നെ മൂത്തോളൊക്കെ ഉണ്ട്. അന്നേരം കൊട്ടി ഉടച്ച് കുടിച്ചേന്ന് വെച്ച് ഇങ്ങോട്ട് വരുമ്പോ അമ്മ പറയും പറഞ്ഞായിട്ട് മുട്ടി പേർക്ക് അണ്ടി ഉണ്ടാക്കളെ. പറഞ്ഞാൽ ഉണ്ട് കണ്ടേ എന്നാൽ കളിയിൽ പോയി കോഴി മുട്ട ഇട്ടോ നോക്കാം. അവർക്ക് ജോലിയല്ലേ. മുട്ട ഇട്ടോന്ന് നോക്കാൻ പറയുമ്പോൾ ചെന്ന് നോക്കിയിട്ട് ചിലപ്പോൾ ഒരെണ്ണം കാണും. അല്ലടി കോഴി പൊക്കുന്നാണ്ട് 3-4 കാണും. അപ്പം ഇല്ലമ്മേ ഇതേ ഉള്ളായിരുന്നു. നിങ്ങൾ ആദ്യമേ മുട്ടയെടുത്ത് നിങ്ങളകത്തായിരുന്നു. ഇതേ ഉള്ളായിരുന്നെന്ന് പറയും. അങ്ങനെ കൊണ്ട് കൊടുത്ത് വെച്ച് പിന്നെ ഇങ്ങനെ ഞങ്ങൾ നടന്ന് പറങ്ങേണ്ടിയും പറക്കി കൈതച്ചക്കയൊക്കെ അവിടെയൊക്കെ കാണുന്നതൊക്കെ കൊത്തി എല്ലാം എലി കൊത്തും. അത് കൊണ്ടുവന്ന് എലി കടിച്ചാണെങ്കിലും കൊണ്ടുവന്ന് ചെത്തിക്കളഞ്ഞേച്ച് തിന്നും. അന്നൊക്കെ എലി കടിച്ചതാണെങ്കിലും അങ്ങ് തിന്നും. ഇപ്പഴല്ലേ എലിപ്പനിയൊക്കെ വന്നത്. അന്നൊക്കെ എലിപ്പനി ഉണ്ടോ? പിന്നെ എലിപ്പനിയെന്ന് പറഞ്ഞാൽ ഓരോ എല്ലാം പുണ്ണായിരുന്നു കൈതച്ചക്ക ഇരുന്ന്. അന്നേരം പറഞ്ഞ് ഇവിടെ കെട്ടിച്ച് വന്നണക്കെയാ അങ്ങനെ കൈയെല്ലാം പുണ്ണുപോലെ. അവിടെ എലി തിന്നതിന്റെയൊക്കെ ബാക്കി തിന്നുന്നോണ്ടൊക്കെ ആയിരിക്കും. അന്നൊക്കെ കുഴപ്പമൊന്നുമില്ല. അന്നൊക്കെ തിന്നേ വെച്ച് ഇങ്ങനെ എന്തെങ്കിലും നുള്ളിയും പറക്കും തിന്ന് നടക്കും. സമയത്തിനുള്ള ആഹാരം പറക്കാങ്ങയും തിന്ന് മാങ്ങായും തിന്ന്. അന്നത്തെ ഇന്നത്തെ പോലെ ബേക്കറി ഫുഡൊന്നും അല്ല. കശു മാങ്ങ പറങ്ങാണ്ട് തിന്നാന്ന് പറഞ്ഞാ കശു മാങ്ങ കൊല്ലത്തെന്ന് പറഞ്ഞാ പച്ചണ്ടി പറിക്കും. വിളഞ്ഞ പച്ചണ്ടി പറിച്ച് ചവിട്ടി പിടിച്ചും കൊണ്ട് കണ്ണ് കുത്തും. കണ്ണ് കുത്തിയാച്ചില്ല മറ്റേ ചവിട്ടിന്റെ അവിടെ പിടിച്ചങ്ങ് പൊളത്തി അത് കരി എന്തെങ്കിലും അതിലെ തൂത്ത് കറയും പോക്കി തിന്നും. അതും കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വരുമ്പോ വല്യച്ചാനോ കൊച്ചച്ചാനോ പറഞ്ഞിട്ട് ഇറക്കാൻ വരും. അങ്ങനെ പറയും ഓ ഈ കൊച്ചു കമ്പുകൾ കിടക്കും അരിക്കറി ഇരുന്നാ ചെയ്യുന്നേ. അന്നേരം ദാണ്ട പറഞ്ഞ തോട് കിടക്കുന്ന ഈ പിള്ളേർ ഇവിടെ ഇതായിരുന്നു പണി എന്ന് പറയും. അന്നേരം പിന്നെ ഇതു അത്ര കിടക്കില്ലയോ എന്ന് പറയും. നിനക്ക് അടി കൊള്ളുമെന്ന് പറയുന്നത് വല്യച്ച അടിച്ചിട്ടില്ല. കൊച്ചാൻ ദേഷ്യം വരുമ്പോ ചെവിക്കങ്ങ് പിടിക്കും. അമ്മച്ചി പെണ്ണേന്ന് വിളിക്കുന്നത് കൊച്ചച്ചാൻ. കൊച്ചച്ചാൻ അമ്മേനെ പെണ്ണേന്ന് വിളിക്കും. വല്യച്ചാനും പെണ്ണേന്നെ വിളിക്കും. ഇനി വാന്നും പറഞ്ഞോണ്ട് പോയി കൊച്ചച്ചാൻ പിടിച്ച് ശരിക്കും നോക്കും. ഒരു ദിവസം അമ്മ പറഞ്ഞ വല്യച്ചാനോട് ഞാൻ പറഞ്ഞ വല്യച്ച എല്ലാവർക്കും ആടുണ്ട്, ഒരാടിനെ വേണ്ടിയിട്ട് വല്യച്ച. അപ്പൊ അന്ന് വീട്ടിൽ പശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? കന്നാലിയുണ്ട്. അതിനെ നോക്കാൻ അടിച്ച് കുളിപ്പിക്കുന്നതൊക്കെ ഞാനാ. ഒന്നും ചെയ്യത്തില്ല. ഇതിന്റെയൊക്കെ അടുത്തിന്ന് വെള്ളം കിണറ്റിന്ന് വെള്ളം കോരി വെച്ചേക്കും അച്ഛൻ. അത് കോരി ഒഴിച്ച് കുളിപ്പിച്ച് തോട്ടിൽ കൊണ്ടുപോയി കുളിപ്പിച്ചുകൊണ്ട് വരും. ഇതൊക്കെ ഒന്നും ചെയ്യത്തില്ല ഞാൻ. ഇതൊക്കെ അതൊന്നും ചെയ്യത്തില്ല. കൊണ്ട് മുറ്റത്ത് കെട്ടും. എന്നാലും അമ്മ ഒന്നും ചെയ്യുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായില്ല. കന്നാലി പായിക്കൊന്നുമില്ല എന്നെ. കന്നുകാലി അമ്മേനെ ഒന്നും ചെയ്യത്തില്ല. അമ്മയായിട്ട് ഭയങ്കര ഇണക്കുവാ. അങ്ങനെ കൊണ്ടുപോയി കുളിപ്പിച്ചോണ്ട് വരികയൊക്കെ ചെയ്യുമായിരുന്നു. എല്ലാം ചെയ്യും. കൊടുക്കവനെ കല്യാണം കഴിച്ച് വിട്ടപ്പോ എന്റെ അമ്മാച്ചൻ പറഞ്ഞു അമ്മയ്ക്ക് നേരെ മൂത്താങ്ങളാ. ഇത്രയും നാള് നിങ്ങൾ ഷുഗറിനടിച്ച്
എൻ്റെ പെണ്ണിറങ്ങിപ്പോയി. അമ്മ കൊറേ കഷ്ടപ്പെടുന്നുണ്ടായിട്ടില്ലേ? എൻ്റെ പെണ്ണിറങ്ങിപ്പോയി, ഇനി ഗുണമല്ലെന്ന്. അത് കഴിഞ്ഞിട്ട് ചേട്ടനും അനിയനും കൂടെ ഓകരിക്കും പിണങ്ങി കണ്ണാടിയും പോയി. അങ്ങനെ ഞാൻ പറഞ്ഞു ചേച്ചാ എനിക്കൊരാടിനെ മേടിച്ചോ ചോദിച്ചാ നിനക്ക് ആടിനെ മേടിച്ചു തരാം. അപ്പൊ അന്ന് ചെറുപ്പത്തില് അത് എത്ര വയസ്സുള്ളപ്പോഴാ ആടിനെ മേടിക്കാൻ പറഞ്ഞേ? പഠിത്തം നിർത്തുന്നതിന് പോട്ടാ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വൈകിട്ടൊക്കെ ആടിനെ വൈകി കൊണ്ടുപോയി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമായിരിക്കും. ആടിനെ തീറ്റാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആടങ്ങ് നടന്നു നിന്നോളൂ, ആട് നടന്നു നിന്നോളൂ. കന്നാലിയാ പാട്. അത് നടന്ന് തിന്നുകയും ചെയ്യും. കൂട്ടുകാരും വേറെ പിള്ളേരുണ്ട് കഴിക്കാൻ പറഞ്ഞാലും പറയുകയും ചെയ്യാം. ഞങ്ങള് വൈകി വരുമ്പോ കല്ലും പറക്കിയിട്ട് കല്ല് കളിക്കും. ആരുടെയെങ്കിലും ചീനയൊക്കെ കേറി പൂക്കോടി പോയി പിടിച്ചോണ്ട് ആരെങ്കിലും വന്ന് പരാതി പറഞ്ഞു. ഒരു ദിവസം വറ്റിച്ചാൽ അനങ്ങാതെ വന്നപ്പോ ഞങ്ങള് കല്ല് കളിക്കുന്നു കണ്ടോണ്ട് ഓടി വീട്ടിൽ വന്ന് പിടിച്ച് നിർത്തി. ഞാൻ കേട്ടിട്ടുള്ള കഥകളൊക്കെ തന്നെയാ, പക്ഷെ നിങ്ങൾക്കും കൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ പ്രായമായിട്ടില്ലല്ലേ കൊച്ചുനാളിലല്ലേ. അന്നേരം പറയും ഇച്ചിരി നേരം അവരുണ്ട് പിന്നെ ആരുടെയെങ്കിലും പേര് പറയും നേടി ഉണ്ടായിരുന്നല്ലേ ഞങ്ങൾ ചുമ്മാ തിരുന്ന് എവിടെയും പോയില്ലല്ലോ ആട് എന്ന് പറയും. നിനക്ക് അടി ഞാൻ തരും എന്ന് പറഞ്ഞ് വെച്ചിട്ട് അടിക്കത്തില്ല. ചിലപ്പോൾ വലുത് ഒരു ദിവസം പോച്ചയ്ക്ക് പോയിട്ട് വന്ന് പോച്ച കിട്ടിയില്ല. പോച്ചയെന്ന് പറഞ്ഞാൽ പുല്ല് പറിക്കാൻ പോയി. പള്ളിക്കുടത്തിൽ പോയിട്ട് വന്ന് പോച്ചയ്ക്ക് പോയി. എല്ലാവർക്കും കണ്ണാടി കട്ട് വേണം മഴയത്ത് ആരുടെയെങ്കിലും പറിച്ചുകൊണ്ട് വരാൻ. പോച്ച എൻ്റെ വല്ലത്തിൽ നോക്കിയപ്പോൾ വല്ലത്തിൽ ഇങ്ങനെ പൊക്കി വെച്ചേക്ക് നിർത്തിയും പോച്ച. പോച്ച പറിക്കാൻ പോയപ്പോ പോച്ച കിട്ടിയില്ല, പുല്ല് പറിക്കാൻ പോയപ്പോ. എന്നിട്ട് വല്ലത്തിനകത്ത് വലിയ കൊട്ട, അങ്ങനെയുള്ള കൊട്ടയ്ക്കകത്ത് പൊക്കത്ത് മാത്രം കൊണ്ട് ഇച്ചിരി പൊതിപ്പിച്ച് വെച്ചേച്ച് വറ്റിച്ചാൽ എല്ലാവരുടെയും പോച്ച തപ്പി നോക്കും. കൊച്ചമ്മയുണ്ട്. അമ്മയുടെ ചേട്ടത്തി 3 പേരും ആരൊക്കെയാ പോകുന്നത്? പോച്ച പറിക്കാൻ 3 പേരും കൂടെ പോകും. ജോണി, കൊച്ചമ്മ, ഞാൻ. അന്നേരം ജോണി ആരായിരുന്നു അമ്മ? അവൻ കൊച്ച. ജോണി അമ്മയുടെ ആങ്ങളുടെ മോൻ. ആങ്ങളുടെ മൂത്ത ആങ്ങളുടെ മോൻ എനിക്കറിയാം, ഞാൻ പോയായിരുന്നു. അന്നേരം പോയിട്ട് പോച്ച കൊണ്ട് ഒരു ദിവസം എൻ്റെ വല്ലത്തിൽ ചെന്ന് ഞക്കി നോക്കിയച്ച പറഞ്ഞു ഇതിനകത്തുനിന്ന് പോച്ചയൊന്നുമില്ല. പോച്ച വല്ലത്തിൽ പോച്ച ഉറങ്ങുന്നവർക്ക് അത്താഴമുണ്ട്. വൈകുന്നേരം രാത്രി 10 ചോറ് വിളമ്പിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എൻ്റെ അടുത്ത് കണ്ണാടിക്ക് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലേ അങ്ങ് കൊടുക്കും. അന്നേരം വല്യച്ചാൻ ഇത് കേട്ടുകൊണ്ട് എറാത്തിരുന്ന് വല്യച്ചാൻ പെണ്ണുങ്ങൾ കൊടുക്കേ ഉള്ളത്, ആണുങ്ങളാ മുട്ടേ ഉള്ളത്. എറാത്തി എന്ന് ഇരുന്നേ വെച്ചത് കേട്ടോണ്ട് വന്ന് അമ്മ പറഞ്ഞു എടാ തോമസ നീ എന്തിനാടാ എങ്ങനെ പറഞ്ഞേ? ഏതാണ്ട് ഇവിടെ ചോറുണ്ടെന്നല്ല. ചോറുണ്ടി പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്കിന്ന് ചോറേ വേണ്ട, കണ്ണാടിക്കോട്. ഞാൻ കഴിച്ചില്ല. വാശിയാ ഇപ്പഴാ വാശി പറഞ്ഞ എന്റെ അടുത്ത് വാശി ഒന്നുമില്ല. ഞങ്ങളുടെ പൊന്നമ്മ നാള് പറയുന്നു അമ്മച്ചിയുടെ വാശിയൊക്കെ ഞങ്ങളുടെ അടുത്തൊക്കെ എന്റെ അടുത്ത വാശി അമ്മച്ചൊന്നും ഇല്ലായിരുന്നത്. പോയി നേരം വേണ്ടെന്ന് പറഞ്ഞു, കഴിച്ചില്ലെന്ന്. അതുപോലെ ഈ ആടിനെയൊക്കെ തീറ്റാൻ പോയോണ്ടല്ലേ അന്നൊക്കെ. അന്നേരം കൊച്ചമ്മ എന്തോ ചെയ്യുന്നോ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ മനം മറിക്കാൻ എന്നെ വിളിച്ച് കാണിക്കും. രാത്രി വീട്ടിൽ വരുമ്പോഴും എനിക്ക് അത് കാണണ്ട ഓർമ്മ. ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ചോറുണ്ണാൻ വിളിക്കുമ്പോൾ പറഞ്ഞ് എനിക്ക് വേണ്ടമ്മേ എന്ന് എനിക്ക് മനം മറിക്കുന്നത്. വേണ്ട എന്താ മക്കളെ നീ എന്തോ കട്ടുണ്ട്? വല്യച്ഛൻ ചോദിക്കും കുഞ്ഞാ നീ എന്ന് വല്ലതും പറഞ്ഞോ പെണ്ണിനോടെ? ഇല്ല അച്ഛാ ഞാൻ ഒന്നും പറഞ്ഞല്ല. ആളും പിന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു മിക്കവാറും കഴിക്കത്തില്ല ഞാൻ രാത്രി. പോച്ച പറിക്കാൻ പോണ ദിവസമൊക്കെ ബുദ്ധിമുട്ടാണല്ലേ? തന്റെ പറമ്പിലൊക്കെ പോയി ആൾക്കാര് ആടിനെ തീറ്റാൻ പോകുമ്പോഴാ വൈകി വരണ്ടേ. കാണിച്ചില്ലേ വേണ്ടി അല്ലെങ്കിൽ കൊച്ചമ്മ എന്നെ വിളിച്ച് കാണിക്കും തമാശ. നേരം വീട്ടിൽ ചെന്ന് അച്ഛനോട് പറയല്ലേ കരയെന്ന് പറയും എന്നോട്. എന്നെ അച്ഛൻ അടിക്കും പറയല്ലേ എന്ന് പറയും.
അന്നേരം ഞാൻ പറയും കൈ വരെ എത്താൻ കിട്ടുമായിരുന്നു അമ്മേ, എനിക്ക് വേണ്ട ചോറ്. വെള്ളയ്ക്ക് ചമ്പിക്കും കുഞ്ഞാ നീ ഇന്നെന്തോ കാണിച്ചവളെ, എന്തോ വെച്ചവളെ? ഞാൻ ഒന്നും ചെയ്തില്ല സാർ. ഞാൻ നേരെ പദം കിട്ടൊക്കെ ഭയങ്കര കുരുത്തക്കേടായിരുന്നു അവനോ. അങ്ങനെയുള്ള കളികളൊക്കെ നിർബന്ധം എടുത്താൽ വേണ്ട. അതുപോലെ അതാ ഞാൻ ഇപ്പോഴും ഈ വൃത്തികളൊക്കെ കണ്ടോ പിന്നെ എനിക്ക് ഭയങ്കര മടിയാ. അന്നേരം ചോറ് വെച്ച് രാത്രി അതിൻ്റെ വലിയ കരത്തി വെക്കുന്നോട് തോന്നി വെക്കില്ലയോ, എല്ലാവരും ഇല്ലയോ. അന്നേരം ഞാൻ ചോറ് ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞോ ചോറ് ഒട്ടുന്നമ്മേ എനിക്ക് വേണ്ട, മുളിയപ്പാറിൻ്റെ ചോറ് എനിക്ക് വേണ്ട. അന്നേരം തോമസേ എവിടെ ചോറ് വേണ്ടാടാ എന്ന് പറഞ്ഞു. പിറ്റേന്ന് അമ്മ പറഞ്ഞ് വൈകിട്ടൻ പറഞ്ഞ അവൾക്ക് ആ ചോറ് കൊടുക്കണ്ട അമ്മേ, വേറെ അരിയിട്ട് ചോറ് വെച്ചാൽ എല്ലാം പറഞ്ഞാലും അങ്ങനെയാ. അതുപോലെ അയൽവക്കത്തെ ചക്കമണ്ടലെടുക്കാൻ പോകും. എന്നാലും അന്നത്തെ അയ്യാറത്തിൻ്റെ ജയുടെ നല്ല അരിയോ റേഷൻ കിട്ടുന്നത്. അവര് റേഷൻ ഇട്ട് ചോറ് വെച്ചാൽ എല്ലാം വലന്ന് കിടക്കും. ചോറ് വെച്ച് ഇരിക്കുന്ന സമയം ഉണ്ണാനിരിക്കുന്ന സമയത്തായിരിക്കും ചക്കമണ്ടലെടുക്കാൻ. നമ്മുടെ ആയിരിക്കാല്ല പെണ്ണമ്മ ചോറ് കഴിക്കാം പറഞ്ഞ എനിക്ക് വേണ്ട, എങ്ങും പോയി ഞാൻ കഴിക്കത്തില്ല. അന്നേരം അവിടെ പിന്നെ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞ അമ്മേ റേഷനരി നല്ല ചോറ് വെളുവിളോ നല്ല നെല്ലുകുത്തരി തിന്നു കഴിഞ്ഞപ്പോ റേഷനരിയോടാണല്ലോ. ഓ നല്ല വെളുത്തരി ചോറ് വെച്ച് വെച്ചേക്കുന്ന തോമാച്ച എവള് പറയുന്ന കേട്ടോടാ. കണ്ടായിരത്ത് പോയിട്ട് വന്ന് ചക്കമണ്ടലെടുക്കാൻ പോയിട്ട് വന്ന് വെള്ള ചോറ് ഇരിക്കുന്നതാണ്. കാര്യം ചെയ്യാമേ ഞാൻ പോയി റേഷൻ മേടിച്ചുകൊണ്ട് തരാം. വെള്ളരി ചോറ് അങ്ങനെ വീട്ടില് നെല്ലുകുത്തരി ഉണ്ടായിരുന്നപ്പോഴും നമുക്ക് ഒരു ഭയങ്കര കാര്യമായിരുന്നു. അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് തന്നെ അമ്മച്ചിക്ക് തിന്നാൻ വേണ്ടി വലിയ റേഷൻ കടയിലൊക്കെ പോയി വയ്യാതായി